മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 30-ാം വാക്യം. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ, ഒരുക്കുന്നുവെങ്കിൽ, ഭംഗിയുള്ളതാക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ധ്യാനത്തിനായി തന്ന ദൈവത്തിന്റെ മഹാദയയ്ക്കായി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ഈ വചനത്തിൽ നിന്നും എന്ത് മനസ്സിലാക്കി? കർത്താവ് ഈ വചനത്തിന് മുൻപ് ശിഷ്യന്മാരോട് പറയുകയാണ്, വയലിലെ പുല്ലുകളുടെ ഇടയിൽ കർത്താവ് കണ്ട മനോഹാരിതയെക്കുറിച്ച് വർണ്ണിക്കുന്നു. വയലിലെ താമരയെ നിങ്ങളൊന്ന് നോക്കുക. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ലില്ലീസ് ഓഫ് ദ വാലി. വയലുകളിൽ വളരുന്നതായ വളരെ അപൂർവമായ ലില്ലി ചെടികളെ നിങ്ങളൊന്ന് നോക്കുക. മനോഹാരിത നിറഞ്ഞത്, ഡീപ് കളേഴ്സ്. അതിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞതിന് ശേഷം പറയുന്നു, ഈ സൗന്ദര്യത്തിന് വേണ്ടി അത് അധ്വാനിക്കുന്നില്ല, ഈ മനോഹാരിതയ്ക്ക് വേണ്ടി അവ നൂൽക്കുന്നില്ല. എന്നാൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പോലും തന്റെ സകല സർവ മഹത്വത്തിലും ഇതിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല. കർത്താവ് അവയൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞതിന് ശേഷം അവരെ വിളിക്കുകയാണ് അല്പവിശ്വാസികളെ. ദൈവത്തിന് സ്തോത്രം. നാം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? നമുക്കറിയാം, നാം നമ്മുടെ ഭവനങ്ങളിൽ ചെടികൾ വളർത്തുന്നവരാണ്. വളരെ മനോഹരമായ ചെടികളിൽ ലതകളെല്ലാം നമ്മുടെ ഭവനത്തിലുണ്ട്. വീട്ടുമുറ്റത്തും വീടിനകത്തും ഒക്കെ വർണ്ണഭരിതമായിട്ടുള്ളതായ, കണ്ണഞ്ചിപ്പിക്കുന്നതായ, മനോഹരിതമായ, അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള അനേക ചെടികൾ ഒരുപക്ഷെങ്കിൽ നമ്മൾ വളർത്തുന്നവരാണ്. ചെടികളെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ ദൈവം ഈ പകൽക്കാലം നമ്മെ വീട്ടുവളപ്പിൽ നിന്നും വയലിലേക്ക് കൊണ്ടുവരികയാണ്. എന്തുകൊണ്ട് വീട്ടിലുള്ള ഒരു ചെടിയെ കാണിച്ച് വളരെ മനോഹരമായ റോസാപുഷ്പങ്ങളും അനേക രീതിയിലുള്ളതായ മനോഹാരിത നിറഞ്ഞതായ പുഷ്പങ്ങൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടെങ്കിലും അതിലൊരു പുഷ്പത്തെക്കുറിച്ച് കർത്താവ് സംസാരിക്കാതെ വയലിലെ ചെടിയെക്കുറിച്ചും താമരയെക്കുറിച്ചും കർത്താവ് സംസാരിച്ചു. അതിനുശേഷം ശിഷ്യന്മാരെ വിളിക്കുകയാണ് അല്പവിശ്വാസികളെ. അതിന്റെ അർത്ഥം, ഒരു മനുഷ്യൻ തന്റെ ഭവനത്തിലുള്ള ചെടികളും തന്റെ ഭവനത്തിലുള്ള വൃക്ഷങ്ങളും താൻ നട്ടുവളർത്തുന്നതും പരിപാലിക്കുന്നതുമായ ആ മനോഹാരിതയെ മാത്രം കണ്ട് ആസ്വദിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവരെ തിരുവചനം വിളിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുന്നു, നീ അല്പവിശ്വാസിയാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ അല്പവിശ്വാസത്തിൽ നിന്ന് ഒരു വർദ്ധിച്ച വിശ്വാസത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നിന്റെ ഭവനത്തിൽ നിന്നും വയലിലേക്ക് നീ കടന്നു വരണം. എന്താണ് ഈ വയലിന് ഇത്ര വിശേഷത? വയലിൽ സഹായിക്കുവാൻ ആരുമില്ലാതെ, ഒരു പരിചരണവും കൂടാതെ മനോഹാരിത ഭൂമിയിൽ പരത്തുന്നതായ വയലിലെ പുൽച്ചെടികൾ. ദൈവം അതിന് വളരുവാൻ ഒരു അന്തരീക്ഷം കൊടുക്കുന്നു, ഒരു കാലാവസ്ഥ കൊടുക്കുന്നു, അതിനൊരു സ്വഭാവം കൊടുക്കുന്നു. അതിനെ നോക്കുവാനും ഗണിക്കുവാനും ആരുമില്ല എങ്കിലും ആരോടും പരാതിപ്പെടുന്നില്ല. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു ചെടി, അതിന് വെള്ളവും വളവും കുറഞ്ഞു പോയെങ്കിൽ അതിന്റെ ഇലകളിൽ കൂടെ അത് പല ഭാഷകൾ നമ്മളോട് സംസാരിക്കും. എനിക്ക് വെള്ളമില്ല, എനിക്ക് വളമില്ല, എനിക്ക് വളരുവാനുള്ള സാഹചര്യങ്ങളില്ല എന്ന് നമ്മോട് പരാതിപ്പെടുന്ന പല ഭാഷകൾ അതിനുണ്ട്. വയലിലെ ചെടികളിലേക്ക് വരിക. ആരോടാണത് സങ്കടപ്പെടേണ്ടത്? ആരോടാണത് പരാതിപ്പെടേണ്ടത്? സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് മാത്രം അവരുടെ കണ്ണുകളെ അവർ ഉയർത്തുന്നു. ദൈവം മിന്നൽ പിണരുകളെ അയക്കുന്നു, മഴ പെയ്ക്കുന്നു. ദുഷ്ടനും നീതിമാനും ഒരുപോലെ ദൈവം മഴ പെയ്ക്കുന്നു എന്നുള്ളതായ ഒരു ജ്ഞാനം വയലിലേക്ക് ഇറങ്ങുമ്പോഴാണ് നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവം മനോഹാരിത കൊടുക്കുന്നു. അടുത്ത ഒരു തലമുറയെ, പ്രജനന ശേഷി, ഒരു ഉണക്കുകാലം വരുന്നതിന് മുൻപ് ഒരു മഴ ഉതിർക്കുമ്പോൾ, മഴത്തുള്ളികൾ വീഴുമ്പോൾ അതിന്റെ ആ തൈകൾ കിളിച്ചു വരത്തക്ക രീതിയിൽ, എന്റെ തലമുറ ഉണ്ടാകത്തക്ക രീതിയിൽ, അത് ചാകുന്നതിന് മുൻപ് അതിന്റെ ആ വിത്തുകളെ ഭൂമിയിൽ വിതയ്ക്കുവാൻ അതിന് ജ്ഞാനം ദൈവം കൊടുക്കുന്നു. അതിനെ ആരും ശ്രദ്ധിക്കാറില്ല. മനുഷ്യൻ അതിനെ നശിപ്പിക്കാറേ ഉള്ളൂ, അതിനെ വളർത്താറില്ല. വയലിലെ പൂക്കൾക്ക് വേണ്ടി ആരും വളം ചെയ്യുന്നില്ല. വയലിലെ പൂക്കൾക്ക് വേണ്ടി ആരും ഒരു കൃഷിയും ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ ദൈവം പറയുന്നു, വയലിലെ പൂക്കളെ കുറിച്ചുള്ളതായ
ലോകത്തിനെ കുറിച്ചുള്ളതായ ഒരു ജ്ഞാനം നമ്മുടെ ഭവനത്തിൽ നിന്ന് വിട്ട് മറ്റുള്ള ഭവനങ്ങളെക്കുറിച്ചും മറ്റുള്ള വ്യക്തികളെക്കുറിച്ചും മറ്റുള്ള ജാതികളെക്കുറിച്ചും മനുഷ്യ സംസ്കാരങ്ങളെക്കുറിച്ചും അവരുടെ വേദനകളെക്കുറിച്ചും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും നാം ഒരു അംഗീകരിക്കാത്തവരായിത്തീരുന്നു എങ്കിൽ നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച് ദൈവം വിളിക്കുന്നത് അല്പവിശ്വാസികളാണ്. ഈ വിശ്വാസത്തിൽ നിന്ന് നമുക്കൊരു വളർച്ചയുണ്ടാകും. നമ്മൾ വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തിന് ഉടമകളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായത്തിൽ താൻ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ താൻ പറയുന്നുണ്ട്. ഞങ്ങൾ ഒരു കാലത്ത് ആരും അറിയാത്തവരായി, എങ്കിലും ദൈവം ഞങ്ങളെ ഈ വയലിലേക്ക് കൊണ്ടുവന്ന് ഈ കാട്ടിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്കൊരു വലിയ സൗന്ദര്യം തന്നു. ആ സൗന്ദര്യം കൊണ്ട് ഇപ്പോൾ സകലരും അറിയുന്നവരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഒന്നുമില്ലാത്തവരായിരുന്നു, എങ്കിലും ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഈ വയലിലേക്ക് കൊണ്ടുവന്നു. ആരും നോക്കം കാണുകയും ചെയ്യാത്ത ഈ വയലിൽ ഞങ്ങൾ വളർന്നപ്പോൾ ഞങ്ങൾ എല്ലാം ഉള്ളവരെ പോലെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നു. വിശ്വാസം വർദ്ധിച്ചു. ആദ്യം നാം നമ്മുടെ ഭവനത്തെക്കുറിച്ചും നമ്മുടെ സ്വാർത്ഥമായ ചിന്താഗതികൾക്കും സ്വാർത്ഥമായ ആഗ്രഹങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും നമ്മുടെ സഭകൾക്ക് വേണ്ടിയും നാം അറിഞ്ഞ ഒരു ഉപദേശത്തിന് വേണ്ടിയും നമ്മെ നടത്തുന്നവർക്ക് വേണ്ടിയും നാം നടത്തപ്പെടുന്നവർക്ക് വേണ്ടിയും നമ്മോടൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടിയും നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയും നമ്മെ അല്ലെങ്കിൽ കുറ്റം പറയാത്തവർക്ക് വേണ്ടിയും മാത്രം നിൽക്കുമ്പോൾ നമ്മളെ സ്വർഗം വിളിക്കുന്നത് അല്പവിശ്വാസികളെന്നാണ്. ദൈവം ഈ പ്രഭാതത്തിൽ മനുഷ്യന്റെ അല്പവിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ അതൊരു ബന്ധനമായി കർത്താവ് പറയാണ്. ഇങ്ങനെ ഈ വയലിലെ പൂക്കളെ, വയലിലെ പുൽച്ചെടികളെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങൾ വലിയ വിശ്വാസമുള്ളവരാകേണ്ടതിന് നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നവരാകുകയും വയലിലെ താമരയെ നോക്കുകയും അതിന്റെ ഭംഗിയെ നോക്കുവിൻ. അവ അധ്വാനിക്കുന്നില്ല, അവ നൂൽക്കുന്നില്ല, എങ്കിലും നിങ്ങൾ പ്രകീർത്തിക്കുന്നതായ മനുഷ്യൻ സുന്ദരനെന്നും സൗന്ദര്യനെന്നും ലാവണ്യത്തോടെ നിങ്ങൾ സംസാരിക്കുന്ന ആ ശലോമോൻ ഉണ്ടല്ലോ, ആ ശലോമോൻ രാജാവിനെ കുറിച്ച് നിങ്ങൾ പകല കീർത്തികൾ പറയുന്നില്ലേ? ആ ശലോമോൻ പോലും ഇതിലൊന്നിലോളം തന്നെ അലങ്കരിക്കുവാൻ തനിക്ക് സാധിച്ചില്ല. മനുഷ്യന്റെ സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ടും സ്വന്തം പ്രവൃത്തികൾ കൊണ്ടും മനുഷ്യരാൽ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുവാൻ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിനെല്ലാം ഒരു അതിരുണ്ട്. എന്നാൽ ദൈവം അതിര് കൽപ്പിച്ചിട്ടില്ലാത്തതായ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. അല്പവിശ്വാസികളായിരുന്നാൽ നമുക്ക് ആ വിശ്വാസത്തെ കൈക്കൊള്ളുവാൻ സാധിക്കില്ല. ആരും അറിയാത്തവരായി നാം നമ്മുടെ ജീവിതങ്ങൾ അവസാനിപ്പിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന റോസാ ചെടികളെ കുറിച്ചും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മാരിഗോൾഡിനെ കുറിച്ചും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജാർബരെ കുറിച്ചും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അശ്വമേരിയെ കുറിച്ചും ബോഗൻവില്ലയെ കുറിച്ചും ഒക്കെ വാതോരാതെ നമ്മൾ സംസാരിക്കുന്നില്ലേ? എന്നാൽ വയലിലെ താമരകളെ, അതിനേക്കാളും ഭംഗിയുള്ളതായ താമരകളെ നോക്കി അതിന്റെ സൗന്ദര്യത്തെ അത് ആസ്വദിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിന്റെ ജീവിതം അല്പവിശ്വാസത്തിൽ അവസാനിക്കുന്നു. ദൈവം നിന്നെ അല്പവിശ്വാസത്തിന്റെ അടിമത്തരത്തിൽ നിന്ന് വർദ്ധിച്ച വിശ്വാസത്തിന്റെ, വലിയ വിശ്വാസത്തിന്റെ, തേജസ്സേറിയ വിശ്വാസത്തിന്റെ, ദൈവിക വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയുടെ മർമ്മത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതം വിശാലമാക്കി തീർക്കട്ടെ. നിന്റെ വായെ നീ വിസ്താരത്തിൽ തുറക്കുക. അപ്പോൾ ഞാൻ അതിനെ നിറയ്ക്കും. നിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കുമ്പോൾ വയലിൽ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് നിനക്കൊരു ജ്ഞാനം ലഭിക്കും. ഈ പ്രഭാതത്തിൽ നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്കും വീണ്ടും വരാം. ഇന്ന് ഉള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ ഈ വയലിലെ ചെടികളെ, പുൽച്ചെടികളെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു, ഇങ്ങനെ ഒരുക്കുന്നു, ഇങ്ങനെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നു. ഇങ്ങനെ അവ നിലനിൽക്കുന്നവരാകുന്നു എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമെങ്കിൽ നിങ്ങളെ എത്രയധികം ദൈവം പുലർത്തും. ഗാഡ് ബ്ലെസ് യു.